അല്ലാഹു ഏറ്റവും സ്നേഹിച്ച സൃഷ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുല്ലാഹ്, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഉണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. അങ്ങനെ പ്രത്യേകമായ ടൈറ്റിലുള്ള മുർസലീങ്ങളും നബിമാരും ഉണ്ട്. ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം ഉണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി അതേ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സഫിയ്യുല്ലാഹ്, അല്ലാഹു തആല സ്ഫുടം ചെയ്ത ആളാണ്, അല്ലാഹുവിന്റെ സഫിയാണ് ആദം അലൈഹിസ്സലാം. അതേ മൂസാ നബി കലീമുല്ലാഹി എന്ന പേരുള്ള ആളാണ്, ഈസാ നബി റൂഹുള്ളയാണ്, ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ, അമ്പിയാക്കളെ, മുർസലീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അത് നല്ലൊരു അമലാണ്, അംഗീകാരത്തിന്റെ വാക്കുകളാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, സന്തോഷമുണ്ട്. ആദം സഫിയുള്ള അങ്ങനെ തന്നെയാണ്, ശരിയാണ്. അതെ ഈസാ റൂഹുല്ലാഹ്, അത് ശരിയാണ്. മൂസാ കലീമുല്ലാഹ്, സത്യമാണ്. ഇബ്രാഹിം ഖലീലുല്ലാഹ്, അത് വാസ്തവമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒന്നുണ്ട്. അലാ വ അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അത് കലീമിനേക്കാൾ, റൂഹുള്ളയേക്കാൾ, ഖലീലുള്ളയേക്കാൾ മറ്റ് എന്തെല്ലാം പ്രത്യേകതകളും ശ്രേഷ്ഠതകളും സവിശേഷതകളും നബിമാർക്ക്, മുർസലീങ്ങൾക്ക് പറയപ്പെട്ടിട്ടുണ്ടോ, അതിനെല്ലാം അതിനേക്കാളൊക്കെ വലിയ ടോപ്പാണ് ഹബീബുല്ലാഹ് എന്ന് പറയുന്നത്. അന സയ്യിദു ഉൽദി ആദം, ആദം സന്തതികളുടെ മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് ഞാൻ. ലിവാഉൽ ഹംദ് എന്ന പതാക എന്റെ കയ്യിലാണ്. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദം നബി അലൈഹിസ്സലാമും മറ്റ് കഴിഞ്ഞുപോയ അമ്പിയാക്കളും മുർസലീകൾ മുഴുവനും എന്റെ ചുവടെയാണ്, എന്റെ കൊടിക്കീഴിലാണ്. ഇതൊന്നും ഒരു ഫഖർ പറയുന്നതല്ല, അഹങ്കാരത്തിന്റെ പറച്ചിലല്ല, അഭിമാനമാണ്. അല്ലാഹു തആല ചെയ്തിട്ടുള്ള, അല്ലാഹു തആല കൊടുത്തിട്ടുള്ള നിഅമത്താണ്, ചെയ്ത അനുഗ്രഹമാണ്.